Hello, dear students. Good morning to one and all. Welcome to the class. Hope you all are fine and safe. Let's continue our class. We are moving on to the fourth module. നമ്മൾ കഴിഞ്ഞ മൂന്ന് മൊഡ്യൂൾസും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ അവസാനത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മൊഡ്യൂൾ ഇൻ വിച്ച് യു ഹാവ് ടു ഗോ ത്രൂ 4 ഫിലിം ടെക്സ്റ്റ്. 4 ഫിലിം ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4 പ്രധാനപ്പെട്ട പ്രമുഖരുടെ എസ്സേസിലൂടെയാണ് നമുക്ക് അവിടെ കടന്നു പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിലെ എസ്സേയിലൂടെ കടന്നു പോവാം. ഞാൻ ആദ്യം 4 എസ്സേസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് വൺ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പരിചിതമായിട്ടുള്ള ആൻഡ്രെ ബേസിൻ്റെ ഒരു എസ്സേ ആണുള്ളത്. ദാറ്റ് ഈസ് ദ ഇവല്യൂഷൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് സിനിമ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സത്യജിത്ത് റായ്സ് വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിംസ്. തേർഡ് വൺ റൊണാൾഡ് അബ്രാംസൺസ് structure and meaning in cinema in movies and methods. Fourth one, C.S. Venkateshwaran's Swayamvaram classic prophecies in film and philosophy. അപ്പോൾ ഈ 4 മൊഡ്യൂൾസ് 4 എസ്സേസ് ആണ് നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കതിൽ സത്യജിത്ത് റായുടെ വാട്ട്സ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്ന ഡീൽ ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. സോ വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിംസ് എന്നൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു എസ്സേയുടെ ടൈറ്റിൽ വരുന്നത്. സോ അപ്പോൾ എന്താണ് ഇന്ത്യൻ സിനിമയ്ക്കുള്ള കുഴപ്പം, ഇന്ത്യൻ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ഒരു എസ്സേയിലൂടെ സത്യജിത്ത് റായ് എന്ന് പറയുന്ന വൺ ഓഫ് ദ പയനിയർ ഇൻ ഫിലിം മേക്കിംഗ് ഇൻ ഇന്ത്യ അദ്ദേഹം തുറന്നു പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ഇന്ത്യൻ ഫിലിംസ് ഇൻ ടു ആൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. ഈസ് എ റിനൗണ്ട് ബംഗാളി ഫിലിം മേക്കർ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ വളരെയധികം നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ ഇതുവരെയുള്ള സിനിമാ ചരിത്രത്തെയും ഒക്കെ അപഗ്രഥിക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് എ റിനൗണ്ട് ആൻഡ് അഡ്മയർഡ് ഫിലിം മേക്കർ. As well as he write a lot of things, or he write extensively on the art of filmmaking. ഇപ്പോൾ സത്യജിത്ത് റായ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒപ്പം തന്നെ അദ്ദേഹം സിനിമയെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് he says that he want to satisfy zeal to spread film culture. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം സിനിമയെക്കുറിച്ച് എഴുതുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ത്വര, ഒരു സീൽ, ഒരു പാഷനുള്ള വ്യക്തിയായിരുന്നു സത്യജിത്ത് റായ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേ എൻടൈറ്റിൽഡ് വാട്ട് ഈസ് റോങ് വിത്ത് ഇന്ത്യൻ ഫിലിം, അതിൽ അദ്ദേഹം ഓഫ് കോഴ്സ് ഇന്ത്യൻ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചും ഇന്ത്യൻ സിനിമയ്ക്കുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലത് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ എടുത്തു പറയുന്ന കീ പോയിന്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഇൻ ഇന്ത്യൻ സിനിമ എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അപക്വത ഉണ്ട് എന്ന് അദ്ദേഹം, പക്വതക്കുറവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് ഈ ഒരു പക്വതക്കുറവ്, എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ദ ബിഗിനിങ്, ഇൻ ദ ഏർലിയർ ടൈംസ്, ഈ സിനിമ എന്ന് പറയുന്ന കല തുടങ്ങിയ സമയത്ത് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും സിനിമയുടെ അവസ്ഥ ഒന്ന് തന്നെയായിരുന്നു. അതായത് ഫോട്ടോഗ്രാഫി ഒരു മൂവിങ് പിക്ചർ എന്നൊരു അർത്ഥത്തിൽ തന്നെയാണ്. ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നോണോ ആണ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ലൈക്ക് അതർ ഫോംസ് ഓഫ് എന്റർടൈൻമെന്റ്, ജസ്റ്റ് ലൈക്ക് തിയേറ്റർ ഓർ മ്യൂസിക്, അതുപോലെ തന്നെയാണ് സിനിമ ഉണ്ടായിരുന്നത്. പക്ഷേ കാലാന്തരേണ സിനിമയ്ക്ക് ഒരുപാട് ഇവല്യൂഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് സിനിമയിൽ ഒരുപാട് ഇവല്യൂഷൻ അവരുടേതായ രീതിയിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ഡിഫറെൻറ്റ് കൺട്രീസ്, കുറേ പയനിയേഴ്സ് അവർ കൊണ്ടുവന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവല്യൂഷൻ സിനിമയിൽ സംഭവിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തോന്നുന്നില്ല എന്ന് മാത്രമല്ല, പ്രകടമായത് കാണുന്നില്ല എന്ന് നമുക്ക് തന്നെ പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു അന്താരാഷ്ട്ര സിനിമ തലത്തിലേക്ക്, ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യൻ സിനിമകൾ എത്താത്തതും എന്ന് ഒരു സാധാരണ ഒരു സിനിമ ഒരു പ്രേക്ഷക എന്ന രീതിയിൽ നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിലെ പ്രശ്നങ്ങളെ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം കടന്നു വരുന്നത്. Then in the second paragraph we can see that he says that this art form, cinema, it is different from other art forms because it is a culmination, it is a combination of different sorts of arts. സിനിമ എന്ന് പറയുന്നത് പലതരം കലകളുടെ ഒരു സമ്മിശ്രമാണ്, ഒരു കൾമിനേഷൻ ആണെന്നുള്ളതാണ്. അതിൽ മ്യൂസിക് ഉണ്ട്,
ഡാൻസ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, ആർക്കിടെക്ചർ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെയും ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷനാണ്, ഒരു കോംപ്ലെക്സ് ക്രിയേറ്റീവ് പ്രോസസ്സാണ് സിനിമ എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിന്റെ തുടക്കത്തിൽ പറയുന്നത് അദ്ദേഹം. Then he says that different people has got different objectives behind this expression. സിനിമ എന്ന് പറയുന്നതിന് പല ആളുകളും കൊടുക്കുന്ന വിലയിരുത്തൽ, അല്ല പല ആളുകളും കൊടുക്കുന്ന ഒബ്ജക്റ്റീവ്, അവരുടെ ഉദ്ദേശം, എയിം, ഗോൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടി സിനിമ പിടിക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ ഐഡിയോളജീസ് പ്രൊപ്പഗാൻഡ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് സിനിമയെ കാണുന്നത്. മറ്റിപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് സിനിമ ഒരു മാധ്യമമായിട്ട്, ഒരു മീഡിയമായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ പല ആളുകൾക്കും സിനിമ എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും കൂടി ഈ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. Moving on to the next paragraph onwards, we can see that he compares Indian film with American films. അതായത് ഹോളിവുഡ് സിനിമകളെയുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. ഹോളിവുഡ് സിനിമകളുടെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ പല സവിശേഷതകളെയും കുറിച്ചൊക്കെ അദ്ദേഹം ഇനി വരുന്ന പാരഗ്രാഫ്സിൽ 2-3 പാരഗ്രാഫ്സിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. So in that third paragraph onwards, we can see that he speaks much about American culture as well as American film making technique. അവിടെ അദ്ദേഹം പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ട്രഡീഷനോ അങ്ങനെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു കൾച്ചറോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുമ്പോഴത്തേക്കും സിനിമ എന്ന് പറയുന്നത് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടാണ് അമേരിക്കയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ആളുകളും കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അവിടെ ഒത്തിരി ഫിലിം പയനിയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഹി മെൻഷൻസ് ദ നെയിം ഓഫ് D.W. ഗ്രിഫിത്ത്, വൺ ഓഫ് ദ ബെസ്റ്റ് പയനിയേഴ്സ് ഓഫ് ഫിലിം മേക്കിംഗ്, അമേരിക്കൻ ഫിലിം മേക്കർ നമ്മൾ കാണുന്നത്. അപ്പം അദ്ദേഹത്തിനെ ഒരുപാട് പ്രൈസ് ചെയ്ത് സത്യജിത് റായ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആസ് വെൽ ആസ് ഹി സ്പീക്സ് അബൌട്ട് ദ മാസസ്, ദ ലാർജ് മാസസ് ദർ, അവിടുത്തെ ഓഡിയൻസിന്റെ പ്രത്യേകതയും. അമേരിക്കൻ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ദേ ഓൾവേസ് നീഡഡ് സംതിങ് ന്യൂ ടു വാച്ച്. അപ്പം ആ ഒരു ത്വരയും പിന്നെ ഇതുപോലുള്ള അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി നല്ല ഫിലിം മേക്കേഴ്സും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി, ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഇത്രമാത്രം ഫ്ലറിഷ്ഡ് ആയതെന്ന് സത്യജിത് റായ് പറയുന്നു. ആൻഡ് ഹി സേസ് ദാറ്റ് ദിസ് ഫിലിം, സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് റീച്ച് ദ സ്റ്റേജ് ഓഫ് പെർഫെക്ഷൻ. ഒരുപാട് യുണീക്കായിട്ടുള്ള ടെക്നോളജിക്കൽ ആയിക്കോട്ടെ, പല തരത്തിൽ 3D ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, പല തരത്തിൽ സിനിമ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ്, ഹി അഷ്വേഴ്സ് ദാറ്റ് വരാൻ പോകുന്ന കാലഘട്ടത്തിലും സിനിമ എന്ന് പറയുന്നത് ഒത്തിരി ഇത്തരത്തിലുള്ള പുതിയ പുതിയ ട്രെൻഡുകളെയും പുതിയ പുതിയ ട്രമെൻഡസ് ആയിട്ടുള്ള ചേഞ്ചസുകളെയും മാറ്റങ്ങളെയൊക്കെ വരവേൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതും ഈ ഒരു തേർഡ് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നുണ്ട്. The fourth paragraph we can see that he says about, or he mentions a statement made by an American screenwriter. The statement was that even in countries like India and China, they had created studios. Even in those lands, those unlikely lands such as India and China എന്നാണ് അദ്ദേഹം പറയുന്നത്. So this incident particularly made Satyajit Ray to think that the quality of Indian cinema. അപ്പോൾ ഇങ്ങനെ ഒരു വിദേശീയനായ ഒരു വ്യക്തി ഇന്ത്യയിലും ചൈനയിലും പോലും സ്റ്റുഡിയോ സംവിധാനങ്ങൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, that made him to think about the quality of our own cinema made in India. So he says that the first short film came in the year 1907 and the first feature film was made in the year 1913. ആൻഡ് ഇതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്കലി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിവുഡിന് ശേഷം ഏറ്റവും അധികം സിനിമകൾ പുറത്തിറക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്നോണം ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹി സേസ് ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. വി ആർ okay, in number we are doing something, that we are producing a lot many movies per year, but as per quality we are not achieving that much എന്നുള്ളൊരു ഖേദം അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്.
And he says that our own movies are not exhibited in foreign countries. So why this happens? Ray at this point broods over the quality of Indian films. He raises the question why Indian films were not exhibited in foreign countries. So he says that there are two reasons mainly. One is that we have our own potential market where we could sell our own films and all that. And the second one he says is that we use a lot of obscure symbolism. അവ്യക്തമായിട്ടുള്ള സിംബോളിസംസ് ആണ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കാരണം ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സിനിമകൾ രംഗപ്രവേശനം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ദീസ് റീസണിങ് വൈ ദിസ് ഹാപ്പൻസ് എന്നുള്ളത് എഗെയിൻ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെ കാരണമാണ് ഇന്ത്യൻ സിനിമ പുരോഗമിക്കാതെ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെച്യൂരിറ്റി കുറവുള്ളത് എന്ന് അദ്ദേഹം വീണ്ടും നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കുമ്പോഴൊക്കെ കാണാനായിട്ട് സാധിക്കും. He says that comparing our own film, our film will still remain as mere attempts, whereas Hollywood films are just like achievements. നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് മിയർ അറ്റംപ്റ്റ്സ്. വറാസ് ഹോളിവുഡ് സിനിമ ഓർ ഫോറിൻ ഫിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെന്തൊക്കെയോ നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നേടാനുള്ള ശ്രമങ്ങൾ മാത്രം, വെറും ട്രൈ ചെയ്യൽ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. അവർ ഫിലിംസ് വിൽ സ്റ്റിൽ റിമെയിൻ ആസ് മിയർ അറ്റംപ്റ്റ്സ് whereas the foreign films achieve. Even our best films are accompanied with the remark, after all, an Indian film. അപ്പം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് പോലും ആളുകളിലേക്ക് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എൻ ഇന്ത്യൻ ഫിലിം, എന്തൊക്കെ പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ സിനിമയല്ലേ എന്നുള്ള രീതിയിലൊരു തരം താഴ്ത്തലുകൾ നമ്മുടെ സിനിമയെക്കുറിച്ച് പൊതുവെ മറ്റുള്ളവർ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ട്, എന്താണ് ഇതിനുള്ള പരിഹാരം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. The producers find fault with the mass who would prefer a particular type of film. The technicians would blame the tools and the directors would blame the conditions. അപ്പോൾ മൂന്ന് കൂട്ടരും മൂന്ന് തരത്തിലാണ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാസ് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, ഓഡിയൻസിന് ഇഷ്ടം ഇങ്ങനത്തെ സിനിമയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു വാദമാണെങ്കിൽ, ടെക്നീഷ്യൻസ് പറയുന്നത് അവരുടെ എക്യുപ്മെന്റ്സ് ഇല്ല, ടൂൾസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഡയറക്ടേഴ്സ് പറയുന്നത് കണ്ടീഷൻസ് ക്ലിയർ അല്ല, ശരിയല്ല, വി ആർ വർക്കിംഗ് ഇൻ പുവർ കണ്ടീഷൻസ് എന്നാണ് അവർ പറയുന്നത്. സോ ഹി മെൻഷൻസ് ഹിയർ അബൌട്ട് ദ പോസ്റ്റ് ഇറ്റാലിയൻ സിനിമ. ഒരുപാട് വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പല രാജ്യത്തെയും സിനിമയെ അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട്, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നുകൊണ്ട് അത്രയും മികച്ച സിനിമകളും ഫിലിം മേക്കിങ്ങും അതിൻ്റെ എസൻസും ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള നമ്മൾ ഇതൊന്നും പുവർ കണ്ടീഷനാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ റീസൺ അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഹി സേസ് ദാറ്റ് ഹി പോയിന്റ്സ് ഔട്ട് ദ എക്സാമ്പിൾ ഓഫ് ദ പോസ്റ്റ് വാർ ഇറ്റാലിയൻ സിനിമ. ഹെൻസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ദ റിയൽ reason lies in the fundamentals of filmmaking. It is not about the mass, or it is not about the equipment we are using, or it is not at all about the conditions we have. It is all about the fundamentals of filmmaking. സിനിമ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. സിനിമയ്ക്കൊരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ദൃശ്യഭാഷയുണ്ട്, അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അതിൽ എങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നറേറ്റീവിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ അവതരിപ്പിക്കുന്ന സിനിമകൾക്ക് മാത്രമേ ഒരു എസൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിലിം മേക്കിംഗ് ആണ് ആദ്യം കാണേണ്ടത്, അല്ലാതെ എക്യുപ്മെൻസിനോ മാസിനോ അല്ല കുറ്റം പറയേണ്ടതെന്നുള്ളൊരു വാദം അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ആൻഡ് ഹി സീസ് ദാറ്റ് ഓൾ ഫിലിംസ് വേർ അലൈക്ക് ഇൻ ദ ബിഗിനിങ്. എഗെയിൻ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ അദ്ദേഹം ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ എൻഡിങ്ങിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാ സിനിമകളും തുടക്കത്തിൽ ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷെ കാലാന്തരേണ മറ്റ് സ്ഥലങ്ങളിലെ സിനിമകൾക്ക് ഒരുപാട് പരിണാമം സംഭവിച്ചു. പക്ഷെ നമ്മൾ വി സ്റ്റിൽ ലിവ് ഇൻ ദാറ്റ് ഓൾഡൻ ടൈം. ആൻഡ് ഇൻ ദിസ് നെക്സ്റ്റ് പാരഗ്രാഫ് ഹി സേസ് ദാറ്റ് there are too many main reasons why we couldn't achieve that status of other international films. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റ് സിനിമകളുടെ ഒപ്പം കിടപിടിച്ച് നിൽക്കാൻ സാധിക്കാത്തതെന്നുള്ളതിൻ്റെ രണ്ട് മെയിൻ റീസൺസ് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എലമെൻ്ററി കൺഫ്യൂഷൻ
ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അമേരിക്കൻ സിനിമ. നമ്മൾ തുടങ്ങിയപ്പോൾ മുതലേ ഉണ്ടായിട്ടുള്ള ആ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നു ഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസും വല്ലാതെ വന്നിട്ടുണ്ട്. ഈ രണ്ട് റീസൺ കൊണ്ടാണ് നമുക്ക് മികച്ച രീതിയിലുള്ള യുണീക്കായിട്ടുള്ള ഇന്ത്യൻനെസ് ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഫിലിംസ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന വെസ്റ്റേൺ സിവിലൈസേഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ അവർ അനുകരിക്കാൻ പാകത്തിനാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളതെന്നാണ് വരാൻ പോകുന്ന പാരഗ്രാഫ്സിലൂടെ ഇതിന് വിശദീകരണം അദ്ദേഹം നൽകുന്നത്. He says that the Indian cinema attempted to imitate the superficial aspects of American style even though it never suited the content. Stories blindly imitated Hollywood successes. Even in cases of adaptations of novels, the stories were either tailor-made to suit the Hollywood formula or maintained extreme faithfulness to the original, which curtailed the possibilities of filmic interpretations. Even നോവലുകളുടെ ചിത്രീകരണങ്ങൾ, സിനിമ പരിഷ്കരണങ്ങൾ പോലും നോക്കിക്കാണുകയാണെങ്കിൽ ഒന്നുകിൽ ഹോളിവുഡിൻ്റെ സ്ട്രക്ചർ എടുത്തിട്ട് അതിൽ നമ്മുടെ കഥ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ആ നോവലിനെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയോ ആയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻനെസ് എവിടേക്കോ മിസ്സാവുന്നു. അതിൻ്റെ ഫോമിലും കണ്ടന്റിലും ഒക്കെ ഡെഫിനറ്റായിട്ടും വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരു കടന്നുകയറ്റം ഇൻ്റർഫറൻസ് കാണുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദാറ്റ് പോയിന്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ഇൻ ദ നെക്സ്റ്റ് 2 paragraphs. He says that the American films remain a bad model for Indian films because of 2 reasons. They portray a way of life entirely different from that of India, and the technical polish of the Hollywood films cannot be achieved by the Indian conditions. സോ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അല്ല നമുക്കുള്ളത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടുന്നു. ദ ഫുഡ്, ദ ഹാബിറ്റ്സ്, ദ സ്പീച്ച്, ഡ്രസ്, എവറിത്തിങ്, കോസ്റ്റ്യൂം എല്ലാം വരുന്നു. മീസൻ സീനിൽ പറയുന്ന ഘടകങ്ങളൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അത് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഒരു ഫിലിമിൻ്റെ ലാംഗ്വേജിലെ ആ ഫിലിമിൻ്റെ ഐഡൻറ്റിറ്റിയെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്നു എന്നുള്ളത് റായുടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ സിനിമ, better avoid all those things that belongs to Western civilization. You just avoid the motorbike and cars and all that. എന്ന് അദ്ദേഹം അടുത്ത പാരഗ്രാഫിൽ പറയുന്ന പോലെ എന്തൊക്കെയാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഇൻ്റർഫിയറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കണ്ടംപററി സീൻ, മോട്ടോ കാർ, radio, telephone, streamlined architecture, European costume, etc. have become part of our existence. നമ്മുടെ എക്സിസ്റ്റൻസിന് ഇതൊക്കെ കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളിതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പറയുമ്പോൾ ഇന്ത്യൻ കഥയാണ്, പക്ഷേ ഇതിലൊക്കെ വെസ്റ്റേൺ എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ആകരുത്. നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ സംഭാഷണം, നമ്മുടേതായിട്ടുള്ള പലതരത്തിലുള്ള കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ് ഹാബിറ്റ്സുകൾ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു സോർട്ട് ഓഫ് ഐക്കണോഗ്രാഫി ഓഫ് സിനിമ ക്രിയേറ്റ് ചെയ്യണം. an Indian idiom or an Indian style, Indian unique style ക്രിയേറ്റ് ചെയ്യണം എന്നാണ് സത്യജിത് റായ് ഇവിടെ പറയുന്നത്. That is, he says that according to Satyajit Ray, apart from the technical competence, what we need is a style, an idiom and a sort of iconography of cinema which would render a unique status for Indian cinema. So technically നമ്മൾ വീക്കായിരിക്കാം, മറ്റുള്ള ആൾക്കാരുടെ ഒപ്പം എത്താനായിട്ട് ചിലപ്പോൾ കോമ്പിറ്റൻസ് കുറവുണ്ടായിരിക്കാം. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് യുണീക്കായിട്ടുള്ള ഇന്ത്യൻനെസ് ഉൾക്കൊള്ളുന്ന സിനിമകൾ ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ഹി സ്പീക്സ് അബൌട്ട് ദിസ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിഷ്വൽ ഡിസണൻസസ് ആണ്. വിഷ്വൽ ഡിസണൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അലുവയും മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രണ്ടും തമ്മിൽ ചേർന്ന് പോവില്ല. സോ ദ സ്റ്റോറി ഇന്ത്യൻ സ്റ്റോറിയാണ്, കഥ നടക്കുന്ന ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യൻ എലമെൻറ്റ്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരു മീസൻ സെയിൻ, ഒരു ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം ഇന്ത്യനെസ് കുറവുണ്ടെന്നുള്ളത് ഈ പറയുന്ന വെസ്റ്റേൺ സിവിലൈസേഷൻ ഇൻ്റർഫറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ ഓരോരോ ചെറിയ എലമെൻറ്റ്സ് അടക്കം ആ സ്ക്രീനിൽ വരുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഇന്ത്യൻനെസ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിഷ്വൽ ഡിസണൻസ് ആണ്, ചേരായികയാണ് അവിടെ കൊടുക്കുന്നത്. ഒരു അസണൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. ഒരു കോമ്പിനേഷൻ, ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലയനം അവിടെ ആവശ്യമാണ്. ഇന്ത്യൻനെസ് എസൻസ് ആവശ്യമാണ്. ഈ എസൻസ് നഷ്ടപ്പെട്ടു പോകുന്നു എവിടേക്കെന്ന് അദ്ദേഹം പറയുന്നു. Our filmmakers should
search for materials based on the aspects of Indian life, such as the habits, speech, dress, manners, the foreground and the background. സോ ഫോർഗ്രൗണ്ട് മീൻസ് അവിടെ ഉള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മീൻസ് അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും, മീസൻസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ, അതിലൊക്കെ എന്ത് കൊണ്ടുവരാനായിട്ട് ഓരോ ഫിലിം മേക്കേഴ്സും ശ്രമിക്കണം, ഇന്ത്യൻനെസ് കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. And he says that a thorough implication, when ending the essay, we can see that he speaks about a thorough simplification is needed. നമ്മൾ ഒരുപാട് അങ്ങ് പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, വളരെ ലളിതവൽക്കരിച്ചാൽ മതി. ലാളിത്യം നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമ്മുടെ കാര്യങ്ങളെ കാണിച്ചാൽ മതി. ഇൻ ദ സ്റ്റൈൽ ആൻഡ് ദ കണ്ടന്റ് ഓഫ് ഇന്ത്യൻ ഫിലിം. സോ ഹി അഡ്വക്കേറ്റ്സ് എ thorough simplification in the style and the content of Indian films. ഹിയർ ഹി സേസ് ദാറ്റ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫോൾട്ടുകൾ അദ്ദേഹം അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തമായൊരു പ്ലാനിങ് ഇല്ലാതെയാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഹി കാറ്റലോഗ് സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് സ്റ്റാർട്ടിങ് എ പ്രൊഡക്ഷൻ വിത്തൗട്ട് ഇനഫ് പ്ലാനിങ്, the tendency of resorting to plots and counterplots in the place of a strong, simple, unidirectional narrative. കഥ നന്നായി പറയുക എന്നുള്ളതിലുപരി കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ, എങ്ങനെ അതിൻ്റെ അവതരണത്തിനേക്കാൾ ഉപരി ആ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാറ്റണം. ഒരു യൂണി ഡയറക്ഷണൽ നറേറ്റീവ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു യുണീക്കായ രീതിയിലൊരു കഥ ആഖ്യാനം ചെയ്യുന്ന രീതി നമുക്ക് വേണം, അല്ലാതെ കഥയല്ല അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് അദ്ദേഹം പറയുന്നു. ദ ക്രിയേറ്റിംഗ് ഓൾ ദോസ് പ്ലോട്ട് ആൻഡ് കൗണ്ടർ പ്ലോട്ട്സ്. And he says that unnecessary inclusion of musical numbers and shooting indoors in a country where there is abundant landscape etc. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മ്യൂസിക്കൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50s ടൈമിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ അതിൽ മുന്നോടിയാക്കിയിട്ടുള്ള മ്യൂസിക്കൽസ് ആൻഡ് മെലോ ഡ്രാമയെക്കുറിച്ച് നമ്മൾ ജാനേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ സിനിമയുടെ അപ്പോൾ അവിടെ ഇറങ്ങിയിരുന്ന ആ സിനിമയാണ് നമ്മൾ പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇതുവരെ ഒരു ഇവല്യൂഷൻ നമുക്ക് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ സിനിമകളെടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു സിനിമ, ഏതൊരു സിനിമ പ്രേക്ഷകനും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ചുമ്മാ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചില മ്യൂസിക്കൽ നമ്പേഴ്സുകൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പാട്ടില്ലാതെ അല്ലെങ്കിൽ സംഗീതം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ പാട്ടില്ലെങ്കിൽ സിനിമയില്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. വറാസ് നമ്മൾ വെസ്റ്റേൺ അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഫിലിംസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവർ സോങ് ഒന്നും ഇല്ലാതെയാണ് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോ മ്യൂസിക്കൽ നമ്പേഴ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇൻക്ലൂഷനെ ഇദ്ദേഹം ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇദ്ദേഹം ഇവിടെ വിമർശിക്കുന്നുണ്ട്. ഹി ക്രിട്ടിസൈസസ് ദ unnecessary inclusion of musical numbers as well as studio ഷൂട്ടിങ്ങിനെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ബിക്കോസ് അത് അവരുടെ സംസ്കാരത്തിൻ്റെ, അവരുടെ ലൈഫിൽ, അവരുടെ ആ ഒരു നാടിൻ്റെ കൾച്ചറിൻ്റെ ബേസിൽ അവർക്ക് ആവശ്യമുണ്ടായിരിക്കും. സ്റ്റുഡിയോ സിസ്റ്റത്തിലായിരിക്കും അവർ ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അവസ്ഥ അവർക്കുള്ളത് കൊണ്ട്. നമ്മളും അതുപോലെ സ്റ്റുഡിയോ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചു പോയിട്ടുള്ള ഒരു മണ്ടത്തരമായിട്ട് അദ്ദേഹം പറയുന്നു. ബിക്കോസ് ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് abundance of landscape. As we know that ഇന്ത്യയുടെ 4 ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 4 different types of climatic conditions that we could experience or any person could experience. Extreme hot, extreme cold, സ്നോ ആയിട്ടുള്ള റീജിയൻ, മഴ പെയ്യുന്ന റീജിയൻ, എല്ലാം കൂടെ ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സൗത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും, കുറച്ചും കൂടെ കേരളയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കംഫർട്ടബിൾ കോസി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, നോട്ട് ടു ഹോട്ട് നോട്ട് ടു കോൾഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നോ വീഴുന്ന സ്ഥലങ്ങൾ, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്സ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ടോപ്പോഗ്രഫി നോക്കുകയാണെങ്കിൽ വളരെ ഇത്രയും റിച്ച് ആയിട്ടുള്ള, ഇത്രയും വിവിഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു നാട്ടിൽ നമ്മൾ സ്റ്റുഡിയോക്കകത്ത് ഇൻഡോറിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിൽ പരം മണ്ടത്തരം വേറെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. വി ഷുഡ് മേക്ക് യൂസ് ഓഫ് ഓൾ ദോസ് റിസോഴ്സസ് അവൈലബിൾ ടു അസ്. സോ ടെക്നോളജിക്കലി നമ്മൾ കുറച്ച് ബാക്കിലായിരിക്കാം, പക്ഷെ നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ടും
എക്സ്പ്ലോർ ചെയ്യാനായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ആ റിസോഴ്സസിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് അദ്ദേഹം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ദാൻ ഹി സേസ് ദാറ്റ് ഹി അഡ്മിറ്റ്സ് സർട്ടൻ ഫിലിംസ്, ദാറ്റ് ഈസ് IPTA's ധർത്തി കെ ലാൽ എന്ന് പറയുന്ന മൂവി, അതുപോലെ തന്നെ ഉദയ് ശങ്കറിൻ്റെ കൽപ്പന എന്നീ പറയുന്ന സിനിമാറ്റിക് അച്ചീവ്മെൻറ്റിനെയൊക്കെ അദ്ദേഹം ഇവിടെ പ്രൈസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ടും. പിന്നെ അതുപോലെ തന്നെ പോൾ സിൽസിൻ്റെ UN ഡോക്യുമെൻ്ററീസ്, ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിനെ കാണിക്കുന്ന ഒരു UN ഡോക്യുമെൻ്ററി അദ്ദേഹം ഇവിടെ പ്രൈസ് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ ഹി എൻഡ്സ് ദിസ് എസ്സേ, അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇമിറ്റേഷൻ ആണ് നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ളൊരു പ്രശ്നം. ഏതോ ഒരു കാലത്ത് ഉണ്ടായിരുന്ന അമേരിക്കൻ ആ ഒരു ഹോളിവുഡ് സിനിമയെ നമ്മൾ ഇപ്പോഴും അത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, പരിണാമം ഒന്നും സംഭവിക്കാതെ. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ഭാഷകളിലായിട്ട്, ഇപ്പോൾ ബംഗാളി ആണെങ്കിലും ഈവൻ നമ്മുടെ മലയാളി സിനിമകളിലാണെങ്കിലും തമിഴ് സിനിമകളിലാണെങ്കിലും തെലുഗു സിനിമകളിലാണെങ്കിലും ഒക്കെ ചില കാലങ്ങളിലൊക്കെ ആയിട്ടുള്ള ഓർ ബോളിവുഡ് ഫിലിംസിലാണെങ്കിലും എവിടെയൊക്കെയോ ചില പരീക്ഷണങ്ങൾ നടന്നു വരുന്നു എന്നല്ലാതെ ഇപ്പോഴും കുറേയൊന്നും ഇവല്യൂഷൻ സംഭവിക്കാതെ കിടക്കുകയാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തെ, സത്യജിത് റായ് വിലയിരുത്തിയത് കുറച്ച് മുന്നേ ഉള്ളൊരു കാലഘട്ടമാണെങ്കിൽ ഇന്നത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ ഈ ഒരു എസ്സേ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, വൈൻഡിങ് ദിസ് എസ്സേ ഹി സേസ് ദാറ്റ് he sums up by stating that the raw material of cinema is life itself. The raw material of cinema is life itself. And he says that India is a country in which we could see a lot of artists, പെയിൻറ്റേഴ്സ്, മ്യൂസീഷ്യൻസ്, പോയറ്റ്സ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ആർട്ട് ഫോമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നുണ്ട്. ദ സോൾ കണ്ടീഷൻ ഇസ് ദാറ്റ് he should always keep his eyes and ears open to receive these impulses. അതായത് he says that he hopes that a country like India, which has inspired a great number of painters, musicians and poets, has abundant resources to move the filmmaker also. ഒത്തിരി നല്ല കലാകാരന്മാരെയും ഒത്തിരി കവികളെയും ഒത്തിരി സംഗീതജ്ഞരെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യൻ ലാൻഡ്സ്കേപ്പും ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ റിസോഴ്സസും വിഭവങ്ങളും ഇവിടെയുള്ള ഫിലിം മേക്കേഴ്സിനെയും ഇൻസ്പയർ ചെയ്യാതിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ആൻഡ് ഹി ഹോപ്പ് ദാറ്റ് ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി മൂവ് ദ ഫിലിം മേക്കേഴ്സ് ഓൾസോ. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഒരൊറ്റ കണ്ടീഷൻ മാത്രം ചെയ്താൽ മതി, ഇതൊക്കെ തിരിച്ചറിയാനും ഇതൊക്കെ സ്വാംശീകരിക്കാനും അബ്സോർബ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ഒരു മനസ്സും ഇയേഴ്സും ഐസും ഓപ്പൺ ആയിട്ടും ഇരുന്നാൽ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഹോപ്പ് ദിസ് എസ്സേ ഈസ് ക്ലിയർ ടു യു. മേജറായിട്ടുള്ള അമേരിക്കൻ ആ ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ കടന്നുകയറ്റത്തെ ഇൻഡിഫറൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്യോർലി ആയിട്ടുള്ള ഇന്ത്യൻ ഫിലിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫിലിം ഒരുപാട് പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തുന്ന ഒരു ഇതിലേക്കും ഇവല്യൂഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദാറ്റ് ഏർലിയർ സെഞ്ച്വറീസ്. അതുകൊണ്ടാണ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം തുടക്കത്തിലെ പറഞ്ഞത്. അതിൻ്റെ റീസണാണ് ഈ പറയുന്ന എസ്സേയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു തുടങ്ങിയതിനെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ റോ മെറ്റീരിയൽ ഓഫ് ഫിലിം ഇസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എസ്സേ അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. All of you be safe, take care. We'll meet you in the next class with other essays. Till then, take care. Bye.